ലോകം കുഴഞ്ഞു മറിഞ്ഞ പല സാധ്യതകളുടെ ഒരു സാകല്യമാണ്. റാഡിക്കൽ കയോസ്മോസ്, നോട്ട് റൂട്ട് കോസ്മോസ്. ഇങ്ങനെ പല ലോകങ്ങളിൽ സാധ്യമായ ഒരു ലോകത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്. ലെബ്നിസൊക്കെ പറയുന്നത് പോലെ അത് ഏറ്റവും നല്ലതായ മഹത്തായ ഒരു ലോകത്തിൻ്റെ സാക്ഷാത്കാരമൊന്നും ആയിരിക്കണമെന്നില്ല. നമുക്കറിയാം, എന്തു തന്നെയായാലും സാധ്യമായ ലോകങ്ങളിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും സുന്ദരമായ ഒരു ലോകത്തിലൊന്നുമല്ല നമ്മൾ അധിവസിക്കുന്നത്. അനന്തമായ ഈ സാധ്യതകളുടെ തലത്തിനെ ദെലൂസ് തൻ്റെ ചിന്തയിൽ പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസി, എന്താണ്, പൊട്ടൻഷ്യൽസിൻ്റെയും സാധ്യതകളുടെയൊക്കെ ഒരു മേഖലയുണ്ട്. ആ മേഖലയെ പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസി അഥവാ പ്ലാനോമിനോൺ എന്നാണ് ദെലൂസ് വിശേഷിപ്പിക്കുക. എന്നാൽ അതിനപ്പുറം മറ്റൊന്ന് എന്ന് പറയുന്നത് സാക്ഷാത്കൃതമായ ഒന്നാണ്. ഈ പ്ലാനോമിനോൻ്റെ അഥവാ പ്ലെയിൻ ഓഫ് കൺസിസ്റ്റൻസിയുടെ മറുവശം എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ഓർഗനൈസേഷനാണ്. ഈ പ്ലെയിൻ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ പല സ്ഥരണങ്ങളിലായി, അടുക്കുകളിലായി മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതായിരിക്കും ആർട്ടോഡിനെ പോലുള്ള കവികൾ നിലവിളിച്ചത്, ഇതാ എന്നെ ഒരു ഓർഗാനിസമാക്കി, എന്നെ ഒരു ജീവിയാക്കി പരിവർത്തിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ മനുഷ്യൻ്റെ സാധ്യതകളെ ഒരു പ്രത്യേക രീതിയിൽ ഉറപ്പിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. സ്ഥരീകരണം എന്നാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന മലയാളം. സ്ട്രാറ്റം എന്നതിന് സ്ഥരണം എന്ന് മലയാളീകരിക്കാൻ തോന്നുന്നു. ഇവിടെ ഓരോ ജീവിയും ജന്മം കൊണ്ട് തന്നെ കൂട്ടിലകപ്പെട്ടതാണ്. അതിൻ്റെ ആകൃതിയും ആകാരവും അതിനൊരുക്കിയ കൂടാണ്. പക്ഷേ കുതറി മാറാൻ പറ്റാത്ത ഒരു കെട്ടുമില്ല. കോഡെന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. കോഡുണ്ടെങ്കിൽ, കെട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ കെട്ടുപൊട്ടിക്കലും ഉണ്ട്, ഡീകോഡിങ്ങും ഉണ്ട്. ജനിതകം അഥവാ ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ ജെനറ്റിക് ഡ്രിഫ്റ്റും ഉണ്ട്. എല്ലാവരും കൂട്ടിലകപ്പെട്ടവരാണ്, ഓരോ പ്രവിശ്യകളിൽ അകപ്പെട്ടവർ. അപ്പോൾ നമ്മുടെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നതിനെ ദെലൂസ് തൻ്റെ ചിന്തയിൽ പ്രവിശ്യാവൽക്കരണം, ടെറിറ്റോറിയലൈസേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പ്രവിശ്യാഭേദനം, ഡീടെറിറ്റോറിയലൈസേഷൻ എന്ന് കൂട്ടി വായിക്കണം. കോഡെന്ന് വായിക്കുമ്പോൾ, കെട്ടെന്ന് വായിക്കുമ്പോൾ കെട്ടുപൊട്ടലും, ടെറിറ്റോറിയലൈസേഷൻ്റെ ഒപ്പം തന്നെ ഡീടെറിറ്റോറിയലൈസേഷനും ആ ചിന്തയിലുണ്ട്. പ്രവിശ്യകൾക്ക് കുറുകെ പലായനപഥം, ലൈൻ ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്തുന്നുണ്ട്. ദെലൂസ് തന്നെ പറയും, മൃഗങ്ങളൊക്കെ വലിയ യുദ്ധക്കാർ എന്നതിൻ്റെ അപ്പുറം പേടിച്ചോടികളാണ്. പേടിച്ചോടി എന്നല്ല പറയേണ്ടതെന്ന് തോന്നുന്നു. ദേ ആർ മോർ ഓഫ് ഫ്ലിയേഴ്സ് ദാൻ ഫൈറ്റേഴ്സ്. അപ്പോൾ അവരങ്ങനെ രക്ഷാപഥം കണ്ടെത്തി ഓടുന്നവരാണ്. പക്ഷേ ഈ രക്ഷാപഥം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, തൊട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പേടിച്ചോടലല്ലോ. അതൊരു ക്രിയേഷനാണ്, അതൊരു ഇൻവെൻഷനാണ്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്ഥരീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, കോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഒപ്പം തന്നെ സാധ്യമായ മറ്റൊന്നാണ് അതിൻ്റെ ഡീകോഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ദെലൂസും ഗുത്താരിയും ഒക്കെ എഴുതിയത്, എ സ്ട്രക്ചർ ഈസ് ഡിഫൈൻഡ് ബൈ വാട്ട് ഇറ്റ് ഇവൈറ്റ്സ്. ഒരു ഘടന എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്, അതിൽ നിന്ന് അതിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതാണ് ഒരു ഘടനയെ നിശ്ചയിക്കുന്നത്. ഒരുപക്ഷെ ഒരു മൺകുടത്തിന് അതിൻ്റെ ആകൃതിയും രൂപവും ഒക്കെ കിട്ടുന്നത് നമ്മുടെ കൈവിരലുകളിലൂടെ ഊർന്നു പോകുന്ന കളിമണ്ണുകളിൽ നിന്നാണ് സത്യത്തിൽ ആ മൺകുടത്തിൻ്റെ ആകൃതി ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ പലായന പദം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, അതൊരു രക്ഷാവഴി കണ്ടെത്തലാണ്.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾക്കതിന് കുറുക്ക് വഴികളൊന്നുമില്ല. അപ്പോൾ സാധാരണ സ്വർഗരാജ്യം ഉറപ്പു തരുന്ന മതങ്ങളെയും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ഒക്കെ അവിശ്വസിക്കണം എന്നാണ് ഡെലൂസിയൻ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോന്നും നമ്മൾ ഈ ട്രയൽ ആൻഡ് എറർ മാതൃകയിൽ പരീക്ഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് വഴികളെന്ന് പറയുന്നത്. മുൻകൂട്ടി ഒരുക്കി വെച്ച രക്ഷാവഴികൾ എവിടെയുമില്ല. അതുപോലെ തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റാത്ത കൂടും ആർക്കു വേണ്ടിയും ഒരുക്കാനും കഴിയില്ല.